ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നമ്മുടെ തട്ടകായ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ അമ്പലത്തിന് വേറെ കൂടി പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുഞ്ഞു അമ്പലങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ടുള്ളൊരു അമ്പലമാണ് ഈ തട്ടകം എന്ന് പറയുന്നത്. ഈ തട്ടകത്തിന് വേറെ കൂടി പ്രത്യേകതയുണ്ട്. നമ്മുടെ കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ഇവിടുത്തെ വേല നടക്കുന്നത് കേട്ടോ. കുംഭഭരണിക്ക് നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്നും വേല തിരുവാണിക്കാവ് അമ്പലത്തിലേക്ക് എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. കുറച്ച് വഴിപാടുകളൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് തൊഴാനായിട്ട് പോവാട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാ വർഷവും എൻ്റെ അമ്മ ചെയ്യുന്നൊരു വഴിപാടായിരുന്നു പറ നിറയ്ക്കുക എന്നത്. അപ്പോൾ എൻ്റെ അമ്മ പോയതിന് ശേഷം പറ നിറയ്ക്കുക എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ചേച്ചി പറ നിറച്ചു. അങ്ങനെ അതിൽ ഞങ്ങളൊരു സംതൃപ്തി കണ്ടെത്തി. ഇപ്പോൾ അപ്പാത്തി അമ്മയും ഞങ്ങളുടെ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവരെ കാണാനോ തൊടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ അനുഭവിച്ച് തന്നെ അറിയുമ്പോൾ ഭയങ്കര വിഷമമായി പോകും. അപ്പം ഞങ്ങളുടെ തൊഴിലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും ഒരു വട്ടം പ്രദക്ഷിണം ചെയ്തു. അമ്പലക്കുള്ള അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. തിരുവാണിക്കാവ് അമ്പലത്തിൽ ഒരു ആനയുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള നടത്താണിപ്പോൾ. സർപ്പക്കാവിൽ തൊഴുതതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരുവാണിക്കാവ് രാജഗോപാലൻ എന്ന് പറഞ്ഞ ആനയാണ്. മതപ്പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടേക്ക് ആരും പോകണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അകലെ നിന്ന് കണ്ടു. അതിനുശേഷം വീട്ടിലേക്ക് പോവായിരുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഞങ്ങളിനി ദുബായിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ദുബായിൽ വെച്ച് കാണാം.